കാര്യങ്ങളാണല്ലോ. കാര്യങ്ങളൊക്കെ ഞാനും ഇദ്ദേഹവും സംസാരിച്ചു. എല്ലാം എനിക്കൊരു സ്വപ്നം പോലെ തോന്നുക. ഇത് സ്വപ്നമല്ല, ഭാഗ്യമാണ്. ഇവന്റെ ഭാഗ്യമാണ്. നോ, ഇത് ഞങ്ങളുടെ ഭാഗ്യമാണ്. താങ്കളെ കണ്ടതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. കാണിച്ചു കൊടുത്തിട്ടുണ്ടടാ മോനെ. ആഴത്തിലുള്ള വെറുപ്പോ ആഗ്രഹമോ ബാക്കി വെച്ച് ഒരാൾ മരിച്ചാൽ അയാളുടെ ആത്മാവ് പൂർണ്ണമായിട്ട് ഭൂമി വിട്ടു പോകാറില്ല. ഒന്നും പറയാനില്ല. ഒത്ത കിളി പോയി കിടക്കുക. ചെട്ടി പേടിച്ചിരിക്കുക. കിളി പോയി കിടക്കുക. കിട്ടി, ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. പറയാൻ പറ്റണല്ലോ, അമ്മാരി രസമായിട്ട് ചോദിച്ചിട്ടുണ്ട് പടം. നല്ല വെറുത്ത് മൂവി, എനിക്ക് ഇഷ്ടം, നല്ല ഡിസ്റ്റർബ്. സത്യം, ഇത് രാത്രി റിലീസ് ചെയ്തത് എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അടിക്ക് അന്തകനും പറക്കുമെന്ന ചൊല്ല അങ്ങനെ അന്വർത്ഥമായി രമേശൻ നായരെ. എന്തായാലും ഈ ഡയറക്ടറുടെ കയ്യിൽ ഹൊറർ സീക്വൻസ്, ഹൊറർ മൂവീസ് എല്ലാം ഭയങ്കര സേഫ് ആണ്. കേട്ടല്ലോ, ഈ ഒരു ജോണർ പുള്ളി തകർത്തിട്ടുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. ഭൂതകാലേ അല്ല ബ്രഹ്മികം, ബ്രഹ്മികയല്ല DSR. എല്ലാം ഒന്നിനൊന്നും മെച്ചം. കേട്ടോ പുള്ളിയുടെ നീ എക്സ്പെക്ട് ചെയ്യുന്ന ഇതുപോലത്തെ സംഭവങ്ങൾ ഇനി ഇതുപോലെ എത്ര എണ്ണം വരുമെന്ന് ആർക്കറിയാം. എല്ലാ കാര്യത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ. നമ്മൾ ഇതിനെ കാണാത്തൊരു പ്രണവിനെയാണോ കാണുന്നത്? കാണാത്തൊരു പ്രണവ് മൂലം അന്യ ഡിയക്ടർ അന്യ അഭിനയം. അടിപൊളി ചെറുക്കൻ കീടക്കി തീമർത്തെ കാലക്കി. അഭിനയിക്കാൻ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞവർക്കൊക്കെ ഒരു നല്ലൊരു മറുപടി ഉണ്ട് ഇതിനകത്ത്. അതായത് പുള്ളിനെ അറിഞ്ഞ് നന്നായിട്ട് ജയിപ്പിച്ച പോക്കേ അല്ലേ. പക്ഷെ ഇതല്ല, ഇത് പ്രണവിനെ നമ്മളിങ്ങനെ കാണുക ഫുള്ള് ക്ലോസപ്പ് വെച്ചേക്കുന്നേ. ക്ലോസപ്പ് അങ്ങനെ വെച്ചിട്ട് ഒരു ആക്ടറിനെ അഭിനയിക്കാൻ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിവില്ലാത്തവർക്ക് നടക്കൂല. പടം കണ്ടങ്ങ് മനസ്സിലാവും. അതിന് കാരണക്കാരനായ രമേശൻ നായരെ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ചോക്കുമലയിൽ ഇരിക്കുന്നവൻ ഒരു ചോക്ക് കഷ്ണം അന്വേഷിച്ചു പോയ കഥയുണ്ട്. സമയമാകുമ്പോൾ വരേണ്ടത് വന്നിരിക്കും. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചേരേണ്ടവർ ചേർന്നാൽ നടക്കേണ്ടത് നടക്കും. കറക്റ്റ്. நல்ல மூவி தான் ப்ரோ. ஹாரர் த்ரில்லிங் பயங்கரமா இருக்கு. சினிமாட்டோகிராஃபி வேற லெவல். ஒண்ணுமே சொல்றதுக்கு இல்ல, கொரன் ஒன்றும் சொல்றதுக்கு இல்ல. மலையாளம் இண்டஸ்ட்ரி ரூலிங்கு அதே மாதிரி ரூல் பண்றாங்க. பயங்கரமா இருக்கு, நல்லா இருக்கு மூவி. மேக்கிங், சவுண்ட் எஃபெக்ட்ஸ், ஆக்டிங் எல்லாம் நல்லா இருந்துச்சு. என்ன எக்ஸ்பெக்ட் பண்ணலாம்னா ஒரு ரியல் லைஃப் இன்சிடென்ட் ப்ரோ. அதை வந்து இவங்க ரொம்ப ரொம்ப டிஃப்ரெண்ட்டாக காமிச்சிருக்காங்க. ரொம்ப நல்லா இருந்துச்சு. டெக்னிக்கலாக படம் எவ்வளோ ஸ்ட்ராங்காக இருக்குது. டெக்னிக்கலாக படம் பயங்கர ஸ்ட்ராங்காக இருக்குது. டெக்னிக்கலாக படம் பயங்கர ஸ்ட்ராங். அதுதான் இந்த படத்தோட மிகப்பெரிய ப்ளஸ் பாயிண்ட்டு. கண்டிப்பாக படம் பார்க்கணும். ஏன்னா ஒரு நல்ல எக்ஸ்பீரியன்ஸ், தேட்டர் எக்ஸ்பீரியன்ஸ் இருக்குது. கண்டிப்பாக பார்க்கணும். இந்த டேரக்டரோட ப்ரீவியஸ் 2 படம் பூதாகளம் அண்ட் பிரம்மயுகம்ல நாங்கள் என்ன எக்ஸ்பெக்ட் பண்ணோமோ ஃப்ரம் விஷுவல் ஸ்டாண்ட் பாயிண்ட் ഞാൻ മനസ്സിൽ കണ്ടത് തന്നെയാണ് ഈ ചെയ്തത്. ഞങ്ങൾക്ക് ഈ കൊച്ചിനെ അങ്ങ് ഇഷ്ടമായി. ഇപ്പോ അകത്തൊരു കുളിരുണ്ട്. വന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയനെ. മതി, അത് കേട്ടാ മതി. അപ്പൊ വന്താൻ തലവരവ. പ്രണവിന്റെ പടമൊക്കെ അടിപൊളിയാണ്. നമോവാകം കഴിഞ്ഞ സിനിമ വെച്ച് അപേക്ഷിച്ച് നോക്കാൻ കുറച്ചും കൂടെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ. സെക്കൻഡ് ഹാഫ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. അയ്യോ, അങ്ങനെ പെട്ടെന്നൊന്നും പറയരുത്. വീട്ടിൽ പോയിരുന്ന് നന്നായിട്ട് ആലോചിക്കുമ്പോ ചിലപ്പോ അഭിപ്രായം മാറും. നമുക്കൊരു ഒറ്റ വാക്കേ ഉള്ളൂ. പക്ഷേ ഇത് ഫസ്റ്റ് ഹാഫ് തുടങ്ങി സെക്കൻഡ് ഹാഫ് എല്ലാം ഫുള്ള് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഫുൾ ത്രൂ ഔട്ട് ഹൊററായി പോയി. അത് അത്രയും വേണ്ടിയിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കഥ പറഞ്ഞു പോയിട്ട് നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രസം ഉണ്ടായിരുന്നു. താൻ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം പോലെയുള്ള ശീലമാണ്. ഇത് നമ്മളെ സ്റ്റാർട്ടിങ് തുടങ്ങി നമ്മളെ ഒരുപാട് ഭയപ്പെടുത്തുന്നുണ്ട്. പിന്നെ വേണ്ടി വരില്ലടാ കോപ്പ. എന്ത് ചോദ്യ സാറേ ഇത്? സുരേഷ് ഗോപിയുടെ പടത്തിൽ തോക്കുണ്ടോന്ന് ചോദിക്കുന്ന പോലെ. അത് മറ്റ് പ്രേക്ഷകരിലേക്ക് അത് വർക്കൗട്ട് ആവാൻ സാധ്യത കുറവാണ്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. കാരണം ഒരുപാട് പേടിയുണ്ട്. അങ്ങനെ അത്രയും പേടിച്ചിട്ട് കാര്യമില്ല. പടം പേടിച്ചു വിചാരിക്കും. അതാണ് പ്രശ്നം. എടാ, നിനക്കിപ്പോ പ്രശ്നം എന്താണ്? പടം ഞാൻ പറഞ്ഞില്ല, പടം രസമുണ്ട്. പക്ഷെ മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. BGM സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ എന്ത് പക്ഷേ ഇത് തുടക്കം സ്റ്റാർട്ടിങ് തുടങ്ങി ഒടുക്കം വരെ ഭയങ്കര പേടിപ്പിക്കലാന്ന്. അങ്ങനെ പോയിട്ട് കാര്യമില്ല. നമുക്ക് കുറച്ചും കൂടെ ഭയപ്പെടുത്തൽ കുറയ്ക്കണം. ദിനേശ്, എന്തോ നീ എന്താണ് പറയുന്നതെന്ന് നീ അറിയുന്നില്ല. പേടിക്കാൻ വേണ്ടിയിട്ടില്ല സിനിമ എടുക്കണേ. കാരണം നമുക്ക് അങ്ങനെ ഓൾറെഡി ഫുൾ ത്രൂ ഔട്ട് പേടിക്കലായിട്ടുള്ള ഒരു സിനിമ കാണാൻ ആൾക്കാർ പ്രേക്ഷകർ ഇരിക്കില്ല. அப்போ நான் பொட்டனா இத்தனையும் நான் செய்துകൊണ്ടിരിക്കുന്നു ഞാൻ പൊട്ടനാ? അതായത് ത്രൂ ഔട്ട് ഹൊറർ ഇഷ്ടപ്പെടുന്ന ഹൊറർ സിനിമ തന്നെ മോഹിച്ചു വരുന്ന ആൾക്കാർക്ക് അങ്ങനെ നോക്കാൻ ഈ പടം ഉണ്ട്. അങ്ങനെ നോക്കാൻ അടിപൊളിയാണ്. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. പക്ഷെ ഇത്രയും ഹൊറർ വേണ്ട. ഞാൻ തോറ്റു. നിനക്കെന്താ പേടിയുണ്ടോ? പടം ഞാൻ പറഞ്ഞില്ല, പടം രസമുണ്ട്. പിന്നെ എന്തിനു ഭയക്കണം? ഭയമല്ല, ഒരു തരം ഭീതി. ഹൊറർ സിനിമ ത്രൂ ഔട്ട് ഹൊറർ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് ഒന്ന് പോ മാഷേ.
മനുഷ്യന് സമയമില്ലാത്ത നേരത്തെ വന്നിട്ടാണ് ഇയാളുടെ ഒരു കിന്നാരം പറച്ചില്. നിന്ന് പറയാതെ പോണാശേ. ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ